മാക്സിമം നിങ്ങൾക്ക് ഒരു 3 മണി 4 മണി വരെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ വള്ളത്തിലുള്ള മീനൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടുത്തെ വള്ളത്തിലെ മീനുകൾ തന്നെയാണ് നമ്മുടെ അമ്മച്ചിമാരൊക്കെ അവിടെ വെച്ച് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3-4 ദിവസമായിട്ടാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കൊഞ്ചൊക്കെ വരുന്നുണ്ട്. കൊഞ്ചിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന റേറ്റിനൊന്നും കൊഞ്ച് കിട്ടത്തില്ല. കൊഞ്ചിനൊക്കെ നല്ല റേറ്റാണ് പോകുന്നത്. കൊഞ്ചുകൾ ഇവർ ഒരു അറയിലിട്ടിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ 100 കൊഞ്ച് വീതമാണ് എണ്ണി എടുക്കുന്നത്. 100 കൊഞ്ച് വീതമാണ് അവിടെ ലേലത്തിൽ കൊടുക്കാൻ പോകുന്നത്. പിടയ്ക്കുന്ന കൊഞ്ചുകളില്ല. അജി 100 എണ്ണം ഇത് എണ്ണി എടുക്കുന്നത്? 50 എണ്ണി എടുക്കുന്നത്. ജീവനുള്ള കൊഞ്ചാണ്. ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ഒരു 4 മണിക്ക് മുൻപേ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊഞ്ചൊക്കെ വാങ്ങാം. ഇപ്പോൾ സീസൺ ടൈമല്ല കേട്ടോ. അത് കാരണമാണ് കൊഞ്ചിന് ഇത്ര റേറ്റ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കൊഞ്ച് വാങ്ങാൻ വരുന്ന കൂട്ടുകാർ വിചാരിക്കരുത് കൊഞ്ചിനൊക്കെ ഭയങ്കര വിലയാണെന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മുടെ സീസൺ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 2-3 ദിവസമായിട്ട് മാത്രമേ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കൊഞ്ചുള്ളൂ. എല്ലാം പിടയ്ക്കണ കൊഞ്ചുകളാണ് കേട്ടോ. ഇനി 2 വലകൾ മാത്രമാണ് ഉള്ളത്. ആവശ്യമുള്ള കൂട്ടുകാർ വരിക. നമുക്ക് സീസൺ ഉള്ളതുപോലെയല്ല കൊഞ്ച്. നല്ല സൈസ് ഉണ്ട് കേട്ടോ. നല്ല വലിയ സൈസാണ് കൊഞ്ച്. അപ്പോൾ ഇവർ 50 എണ്ണം വീതമാണ് എണ്ണി കൊടുക്കുന്നത്. ഇത് നമ്മുടെ വിഴിഞ്ഞത്തെ വള്ളക്കാരാണ്. കാരണം നമ്മൾ സീസൺ ടൈമിനൊക്കെ കണ്ട് തമിഴ്നാട് വള്ളക്കാരാണ് ഏറ്റവും കൂടുതൽ കൊഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്തെ വള്ളക്കാർ മാത്രമാണ് ഇവിടെ പണിക്ക് പോകുന്നത്. ഇത് ഈ കൊഞ്ച് പണിക്ക് പോകുന്നതൊക്കെ. അപ്പോൾ ഇവർ അറയിൽ കൊഞ്ചൊക്കെ പിടയ്ക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വേറെ വള്ളക്കാർക്ക് വങ്കട, കുറച്ച് അയില, അതുപോലെ നമ്മുടെ ചേമീൻ, അങ്ങനത്തെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അതവരവിടെ ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തിരക്കില്ല കേട്ടോ. തിരക്കൊക്കെ വളരെ കുറവാണ്. നമ്മുടെ ലേലവിളിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ടൈമാണ് പ്രധാനം കേട്ടോ. സമയം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വള്ളത്തിലെ മീനൊക്കെ വാങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ ചേച്ചിമാരും അമ്മച്ചിമാരും നമ്മുടെ ഇവിടെ നമ്മുടെ വള്ളത്തിൽ വരുന്ന മീൻ തന്നെയാണ് അവരവിടെ വാങ്ങിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രഷ് മീൻ തന്നെയാണ്. ആവശ്യമുള്ള കൂട്ടുകാർ അവിടെ പോയി വാങ്ങാം.